Good afternoon. Welcome back to my YouTube channel. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന, അതായത് ഫെബ്രുവരി 21 നടന്ന കാറ്റഗറി 1 കേട്ടറ്റ് എക്സാമിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷായിട്ട് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള താൽക്കാലിക ആൻസർ കീ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആൻസേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇത് പരീക്ഷാഭവൻ്റെ ഔദ്യോഗിക ആൻസർ കീ അല്ല എന്നുള്ള ഓർമ്മയോടുകൂടി തന്നെ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. കാരണം പരീക്ഷാഭവൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആൻസർ കീ വരുമ്പോൾ ചില ഉത്തരങ്ങളിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു ഫൈനൽ റെക്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ കീ ആയിട്ട് പരിഗണിക്കരുത്. ഇത് നമുക്ക് ഏകദേശം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു താൽക്കാലിക ഉത്തരസൂചിക മാത്രമാണ്. ഇന്നത്തെ നമ്മൾ നോക്കുന്ന 30 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കാറ്റഗറി 1 ഇംഗ്ലീഷ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ എക്സാം ഇത്തവണ എളുപ്പമായിരുന്നു എന്ന് ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യങ്ങൾ പാസേജ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുക. ഇവിടെയും ആ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പാസേജ് ഞാൻ വായിക്കുന്നില്ല, ആൻസേഴ്സിലേക്ക് നേരിട്ട് കടക്കുകയാണ്. നമ്മൾ ആദ്യം നോക്കുന്ന ചോദ്യം 121-ാമത്തേതാണ്. 121-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്ലാന്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ്. ഓപ്ഷൻ ബി പ്ലാന്റ്സ് ആൻഡ് ഫ്രൂട്ട്സ്. 122-ാമത്തെ ചോദ്യം ടെൻസ് നോക്കാനായിട്ടാണ് തന്നിരിക്കുന്ന. സെൻറ്റൻസിൻ്റെ ടെൻസ് ഏതാണെന്നാണ് ചോദ്യം. എലിഫൻറ്റ്സ് ആർ ബിഹേവിയറസ്. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി സിമ്പിൾ പ്രസൻറ്റ്. ഓപ്ഷൻ ബി സിമ്പിൾ പ്രസൻറ്റ്. 123-ാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ഡിസ്റ്റിങ്റ്റീവ് ഫ്രം ദി പാസേജ്. ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം പാസേജിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 123-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കുക ഓപ്ഷൻ എ യുണീക്കാണ്. ഓപ്ഷൻ എ യുണീക്ക്. 124-ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് ലഭിക്കുക ഓപ്ഷൻ ബി ലാർജ് സൈസ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് ഇയേഴ്സ് ആണ്. വാട്ട് ഈസ് ദ ഇന്ത്യൻ എലിഫൻറ്റ് നോൺ ഫോർ? ഓപ്ഷൻ ബി ലാർജ് സൈസ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് ഇയേഴ്സ്. 125-ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് ലഭിക്കുക ഓപ്ഷൻ എ ഹാബിറ്റൻറ്റ് ലൂസ് ആൻഡ് പോച്ചിങ്. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 125-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 126-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഓൾഡസ്റ്റ് ഫീമെയിൽ ആണ്. ഓൾഡസ്റ്റ് ഫീമെയിൽ. ഓക്കെ, ഹൂ ലീഡ്സ് ആൻ എലിഫൻറ്റ് ഹേർഡ്? ഓപ്ഷൻ സി ഓൾഡസ്റ്റ് ഫീമെയിൽ. 127-ാമത്തെ ചോദ്യം സ്മിത ഡാഷ് നോട്ട് ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ ഉത്തരമായിട്ട് ലഭിക്കുക ഓപ്ഷൻ ബി ഡസ് ആണ്. ഓപ്ഷൻ ബി ഡസ്. ഓക്കെ, ഓപ്ഷൻ ബി ഡസ്. ഓക്കെ, 128-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൺ ഹൂ ഡസിൻറ്റ് ബിലീവ് ഇൻ ഗോഡ് ഈസ് നോൺ ആസ്. നമ്മൾ പഠിച്ച വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ലഭിക്കുക ഓപ്ഷൻ സി എത്തേയിസ്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി എത്തേയിസ്റ്റ്. 129-ാമത്തെ ചോദ്യം ഷീ ഈസ് ഡാഷ് അൺടൈഡി ഗേൾ. ഉത്തരം ഓപ്ഷൻ എ ആൻ ആണ്. ശരിയായിട്ടുള്ള ഉത്തരം ആൻ അൺടൈഡി ഗേൾ. 130-ാമത്തെ ചോദ്യം വിച്ച് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു വാല്യുബിൾ? വാല്യുബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്, മീനിങ് ലഭിക്കുന്ന ഓപ്പോസിറ്റ് വേർഡ്. ഓപ്ഷൻ സി ചീപ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ചീപ്പ്. 131 ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ സീ മീൻസ്. ഉത്തരം ഓപ്ഷൻ ബി ഇൻ ഡിലേമ. ഇൻ എ ഡിലേമ ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 131. 132-ാമത്തെ ചോദ്യം സ്ലോ ആൻഡ് സ്റ്റഡി ദ റേസ് ഡാഷ് ദ റേസ്. ഓപ്ഷൻ സി ദ വിൻസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിൻസ്. 133-ാമത്തെ ചോദ്യം വി ഹാഡ് ഹാഡ്ലി സാറ്റ് ഡൗൺ ഫോർ സപ്പർ ഡാഷ് ദ ബെൽ റാങ്. ഉത്തരം ഓപ്ഷൻ സി വെൻ ആണ്. 133-ാമത്തെ ചോദ്യം
ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി വെൻ. 134 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഹൈപ്പർബോൾ. ഓക്കെ, ഹൈപ്പർബോൾ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 135 ചോദ്യം ലൈക്ക് സമ്മർ ടെമ്പസ്റ്റ് കെയിം ഹോട്ട് ടിയേഴ്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഉത്തരം വരിക ഓപ്ഷൻ ബി സിമിലിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി സിമിലിയാണ് 135. അടുത്തതായിട്ട് നമ്മൾ നോക്കുക 136 ചോദ്യമാണ്. 80 rupees ഡാഷ് ടു മച്ച് ഫോർ ദിസ് ബൈക്ക്. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരം വരിക 136 ഓപ്ഷൻ എ ഈസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഈസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ കോൺകോഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. 137 ചോദ്യം ഷീ കെയിം എസ്റ്റർഡേ ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഷീ കെയിം എസ്റ്റർഡേ ഡാഷ് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനുള്ള ഭാഗമാണ്. ഉത്തരം വരിക ഓപ്ഷൻ സി ഡിഡിൻ്റ് ഷീ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഡിഡിൻ്റ് ഷീ ആണ്. 138 ചോദ്യം ഐ ഹാവ് ലീവ്ഡ് ഹിയർ ഡാഷ് 1995. ഓക്കെ, ഉത്തരം വരിക ഓപ്ഷൻ ബി സിൻസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി സിൻസ്. നമ്മൾ പ്രൊപ്പോസിഷൻ പഠിച്ച സമയത്ത് സിൻസും ഫോറും വളരെ പ്രാധാന്യത്തോടു കൂടി പഠിച്ച ഒരു ജോഡിയാണ്. അപ്പം ഓപ്ഷൻ ബി സിൻസ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 139 ചോദ്യം ഹി വാസ് അക്യൂസ്ഡ് ഡാഷ് മർഡർ. ഓക്കെ, ഡാഷ് മർഡർ. 139 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഓഫ് ആണ്. ഓക്കെ, ഓഫ് മർഡർ. ഹി വാസ് അക്യൂസ്ഡ് ഓഫ് മർഡർ. 140 ചോദ്യം ആൻ അഡ്വക്കേറ്റ് ഈസ് എ പേഴ്സൺ. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി പ്ലീഡ്സ് കേസസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് 140 ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കുക. 141 ചോദ്യം രാഹുൽ മെയ്ഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. രാഹുൽ മെയ്ഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. 141 ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കുക ഓപ്ഷൻ എ വാസ് മെയ്ഡ് ബൈ രാഹുൽ. വാസ് മെയ്ഡ് ബൈ രാഹുൽ. 142 ചോദ്യം യു ഡാഷ് സ്റ്റോപ്പ് യുവർ വെഹിക്കിൾ വെൻ ദ ട്രാഫിക് ലൈറ്റ്സ് ആർ റെഡ്. ഉത്തരം ലഭിക്കുക ഓപ്ഷൻ സി മസ്റ്റ് ആണ്. മസ്റ്റ്. ഓക്കെ, നമ്മൾ ഓക്സിലറി വെർബുകൾ പഠിച്ച സമയത്ത് കൃത്യമായിട്ട് മോഡൽ ഓക്സിലറിയുടെ ടൈമിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് മസ്റ്റ് ഷുഡ് ഒക്കെ വരുമ്പോൾ ഉള്ള ഡിഫറൻസ്. ഓക്കെ, 143 ചോദ്യം മൈ മദർ ഡാഷ് ഫുഡ് നൗ. ഓക്കെ, 143 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഈസ് കുക്കിംഗ്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് കുക്കിംഗ്. മൈ മദർ ഈസ് കുക്കിംഗ് ഫുഡ് നൗ. 144 വിച്ച് ഈസ് ദ വേർഡ് മോസ്റ്റ് നിയർലി ദ സെയിം മീനിങ് ആസ് റെസ്യൂം. ഓക്കെ, റെസ്യൂം എന്ന് പറയുന്ന വേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഉത്തരം ലഭിക്കുക ഓപ്ഷൻ ഡി ടു കണ്ടിന്യൂ ആഫ്റ്റർ ഇൻറ്ററാക്ഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 145 ചോദ്യമാണ്. 145 ഡാഷ് സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഓക്കെ, ഉത്തരം ലഭിക്കുക ഓപ്ഷൻ സി ദ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഓക്കെ, 146 ചോദ്യം ഹി എൻജോയ്ഡ് ഡാഷ് ഇൻ മൂന്നാർ. 146 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഹിംസെൽഫ് ആണ്. ഓക്കെ, ഹിംസെൽഫ് ഇൻ മൂന്നാർ. 147 ചോദ്യം വൺ മോർണിംഗ് സ്വാമി ഡാഷ് ഹിസ് യൂണിഫോം ആൻഡ് സ്റ്റാർട്ടഡ് ടു സ്കൂൾ. ഓക്കെ, ഫ്രേസൽ വെർബായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് 147. അതിൻ്റെ ഉത്തരം ലഭിക്കുക ഓപ്ഷൻ സി പുട്ടോൺ ആണ്. ഓക്കെ, ഓപ്ഷൻ സി പുട്ടോൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 148 ചോദ്യം ഹി സ്റ്റാർട്ടഡ് വർക്ക് ഡാഷ് 9 AM. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് ഇന്ന് അറ്റ് ഓണ് ഈ 3 പ്രിപ്പോസിഷൻസ് പഠിച്ചപ്പോഴും പ്ലേസും ടൈമുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് എങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 148 ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അറ്റാണ്. ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അറ്റാണ്. 148 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അറ്റാണ്. ഹി സ്റ്റാർട്ടഡ് വർക്ക് അറ്റ് 9 AM. 149 ചോദ്യം സീത ഡാഷ് എ നോവൽ വെൻ ദ ഫോൺ റാങ്.
ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 149 ഓപ്ഷൻ സി വാസ് റീഡിങ്. ഓക്കെ, പാസ്റ്റ് ടെൻസിലുള്ള ഒരു കാര്യമാണ്. അപ്പം സീത വാസ് റീഡിങ് എ നോവൽ വെൻ ദ ഫോൺ റാൻ. 150 ചോദ്യം, ഹി ലെഫ്റ്റ് ഫോർ ഡൽഹി ഡാഷ് ട്രെയിൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ബൈ ആണ്. നമ്മൾ പ്രിപ്പോസിഷൻസ് പഠിച്ച സമയത്ത് ബൈയും വിത്തും ഒരു കൺഫ്യൂസ്ഡ് പെയറായ രീതിയിൽ നമ്മൾ പഠിച്ചിരുന്നു. കൺഫ്യൂസിങ് പെയർ എന്നുള്ള ജോഡി വരുന്ന രണ്ട് പ്രിപ്പോസിഷനാണ് ബൈയും വിത്തും. അപ്പോൾ ബൈയും വിത്തും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ശരിയായ രീതിയിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇവിടെ 150 ചോദ്യവും ഓപ്ഷൻ ബി ബൈ ആണ്. ഹി ലെഫ്റ്റ് ഫോർ ഡൽഹി ബൈ ട്രെയിൻ. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങൾ 150 ചോദ്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. 150 മീൻസ് 30 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൻ്റേത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചോദ്യങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. 20 എബോവ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സേഫ് സോണിലാണ് എന്ന് ചിന്തിക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.